അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്ക് അഥവാ നമ്മൾ ഓവൻ ഇല്ലാത്ത ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റുകൾ നമ്മുടെ ഒരു ഇത്ര 38,000 സബ്സ്ക്രൈബർ അടുത്തായ ആ സമയത്ത് പോലും ഞാൻ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് നമുക്ക് ഷെഫെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇല്ലാതെ കുക്ക് ടോപ്പിന് മുകളിൽ ചെയ്യാൻ പറ്റുന്നു, അതായത് ഓവൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന്. ഇന്ന് ആ റെസിപ്പിയുടെ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നോ ഓവൻ ചോക്ലേറ്റ് കേക്കാണ്. അപ്പം റെസിപ്പി പറയുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരു ലൈക്ക് തരാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും തീർച്ചയായിട്ടും ഒരു സബ്സ്ക്രൈബ് കൂടെ തരണം. അപ്പം ഹിയർ ഈസ് ദ റെസിപ്പി. അപ്പം കേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ ബേക്കിംഗ് മോൾഡ് സെറ്റപ്പ് ചെയ്ത് വെക്കണം. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ബേക്കിംഗ് മോൾഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ മോൾഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മോൾഡ് അതെന്ന് വെച്ചാൽ ഭയങ്കര ഈസിയാണ് നമുക്ക് റിമൂവ് ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള റിമൂവബിൾ ബേക്കിംഗ് മോൾഡ് ഉപയോഗിക്കുന്നത്. അപ്പം റിമൂവബിൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ അലുമിനിയം ഫോയിൽ ഇട്ട് ശേഷം മാത്രമേ ഉള്ളൂ ബേക്ക് ചെയ്യാവുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ മോൾഡ് സെറ്റപ്പ് ചെയ്ത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് സ്പോഞ്ച്. അപ്പോൾ ചോക്ലേറ്റ് സ്പോഞ്ചിന് വേണ്ടി 4 എഗ്ഗാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി അതിനകത്തുള്ള ആ എഗ്ഗൊക്കെ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. എഗ്ഗൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, തൽക്കാലം ഇത് മാറ്റി വെക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ച് ചെറുതായിട്ട് വിപ്പ് ചെയ്യാം. ഒരു 30 സെക്കൻഡ് നന്നായിട്ട് വിപ്പായതിനു ശേഷം 1/2 കപ്പ് ഷുഗർ. ഈ ഷുഗർ നമ്മൾ 3 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് വിപ്പ് ചെയ്ത് പൊക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ എഗ്ഗ് വൈറ്റ് പൊങ്ങി വന്നു കഴിയുമ്പോഴത്തേനും 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് വിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ 4 എഗ്ഗ് യോക്ക് ഇല്ലേ അതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിലോട്ട് കേട്ടോ. 1/2 കപ്പ്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് 1/2 കപ്പ് മൈദ, അതുപോലെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആഡ് ചെയ്യുന്നത് 3 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ബേക്കിംഗ് മോൾഡിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പാത്രത്തിൽ ഒരു ലിഡ് വെച്ചതിന് ശേഷം അകത്ത് വെള്ളം ഒഴിച്ച് അതിന് മുകളിൽ റിങ് വെച്ചതിന് ശേഷമാണ് നമ്മുടെ കേക്ക് മോൾഡ് നമ്മൾ മുകളിൽ വെക്കുന്നത്. അതിന് ശേഷം മാത്രമേ ഉള്ളൂ തീ ഓൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഏകദേശം ഒരു 45 മിനിറ്റ്. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ബേക്ക് ആയാലും കുറച്ച് നേരം വെക്കുക കേട്ടോ. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു അലുമിനിയം ഫോയിലൂടെ അതിന് മുകളിൽ വെച്ചേക്കണം. ആ പ്രഷർ അതിൻ്റെ അകത്ത് തങ്ങി നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ ചെയ്യുക. നിങ്ങൾക്ക് കാണാം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നുമില്ലാത്ത നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് ഉണ്ടായി. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന്. ഇങ്ങനെ ചെയ്യുന്ന ബെസ്റ്റ് ടെക്നിക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റും അതുപോലെ തന്നെ നല്ല സ്ട്രക്ചറും നമ്മുടെ കേക്കിന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രൊസീജിയർ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചോക്ലേറ്റ് സ്പോഞ്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് പേസ്ട്രി ക്രീം. അപ്പം 2 എഗ്ഗ് യോക്കും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗറും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം 1 കപ്പ് ക്രീം നമ്മൾ ചെറുതായിട്ട് ചൂടാക്കാൻ വെക്കുക. ആ കപ്പിലെ ക്രീം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേന് 1/3 കപ്പ് നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയ എഗ്ഗിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ആ ക്രീം തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേന് അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് തിക്ക് ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ട് തിക്ക് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ശരിക്കും അടി പിടിക്കും. അത് അങ്ങനെ വരാൻ പാടില്ല കേട്ടോ.
അപ്പോൾ നന്നായിട്ട് നമ്മുടെ ക്രീം തിക്കായി കഴിയുമ്പോഴത്തേന് 1 കപ്പ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഈ കസ്റ്റാർഡിൻ്റെ ചൂട് കൊണ്ട് ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടറോട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സ് എന്ന് വെച്ചാൽ ശരിക്കും മിക്സ് ചെയ്യണം, കാരണം പെട്ടെന്ന് എഗ്ഗൊക്കെ ആയിട്ട് പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മിക്സിയിലിട്ട് വേണമെങ്കിൽ ഒന്ന് അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് റാപ്പ് ചെയ്ത് നമുക്ക് തണുക്കാൻ വെക്കാം കേട്ടോ. നമ്മളെടുത്ത് വെച്ച ചോക്ലേറ്റ് സ്പോഞ്ച് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ റിംഗ് കട്ടർ വെച്ചാണ് ഞാൻ കട്ട് ചെയ്തത്. നിങ്ങളിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കുക കേട്ടോ. പേസ്ട്രി ക്രീം നമുക്ക് പൈപ്പിംഗ് ബാഗിലോട്ട് പകുതി നമുക്ക് മാറ്റാം, കാരണം നമ്മൾ പേസ്ട്രി ക്രീം നമ്മൾ പൈപ്പാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പാലറ്റ് നൈഫ് വെച്ച് സ്പ്രെഡ് ചെയ്യുന്നതിനൊക്കെ നല്ലതാണ് പൈപ്പിംഗ് ബാഗ് വെച്ച്, നമ്മൾ ഈക്വൽ ലെവൽ കിട്ടും കേട്ടോ. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് നന്നായിട്ട് ബ്രഷ് ചെയ്യുക. അതിനുശേഷം ആ പേസ്ട്രി ക്രീം നല്ല ഈക്വലായിട്ട് ലെവലിൽ നമുക്ക് പൈപ്പ് കൊടുക്കാം. പൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം പാലറ്റ് നൈഫ് വെച്ച് നമുക്ക് ലെവലാക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 3 സ്പഞ്ചും നമുക്ക് ചെയ്യാം കേട്ടോ. ഈ കാണുന്ന കൂട്ടത്തിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളാരും മറക്കാതെ ഒരു ലൈക്സ് കൂടെ തരണം കേട്ടോ. അപ്പം ഫുള്ള് പേസ്ട്രി ക്രീം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സൈഡിലൂടെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിക്കാം. ആ തണുപ്പിക്കുന്ന ആ ഗ്യാപ്പിൽ നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 1.5 കപ്പ് ക്രീമാണ് നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്രീം നല്ല കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട് വിപ്പായതിന് ശേഷം നമ്മൾ ആദ്യമേ എടുത്ത് വെച്ച ചോക്ലേറ്റ് പേസ്ട്രി ക്രീമിൻ്റെ കുറച്ച് മിച്ചമുണ്ടല്ലോ, ആ മിച്ചമുള്ള പേസ്ട്രി ക്രീമോട് നമുക്ക് ഈ വിപ്പ് ക്രീമിലോട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്കത് പൈപ്പ് ചെയ്യാൻ തുടങ്ങാം. സൈഡിലൂടെയാണ് പൈപ്പ് ചെയ്യുന്നത് കേട്ടോ. സൈഡ് ഫുള്ള് പൈപ്പ് ചെയ്ത് മുകൾ ഭാഗം പൈപ്പ് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഈ കേക്ക് ഒരുപാട് ലെവൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ ചോക്ലേറ്റ് ഗാർണിഷാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് റഫായിട്ടൊന്ന് ഫിനിഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗാർണിഷിനൊക്കെ മെൽറ്റ് ചെയ്ത കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒരു പേപ്പറിൽ പൈപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് വലിച്ചു നീട്ടുക. അതിന് മുകളിൽ സ്പ്രിങ്കിൾ ഷുഗർ ഇടുക. അപ്പോൾ ഒരു കാര്യം, നമ്മളോട് ചപ്പാത്തി പോലെ ഉണ്ടെങ്കിൽ ഇവിടെ റോളറില്ലേ അതിൻ്റെ മുകളിൽ നമ്മളുണ്ടാക്കി ഈ ചോക്ലേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് റൗണ്ട് പോലെ വളഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾ സ്പ്രിങ്കിൾസിൻ്റെ കാര്യം, ഇനി കളർഫുൾ ആയിട്ടുള്ള സ്പ്രിങ്കിൾസ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള കമൻറ്റ് ചോദിക്കുന്നത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. നമുക്കത് ചെയ്യാൻ സാധിക്കും, പക്ഷേ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സ്പ്രിങ്കിൾസ് വെച്ച് നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. അതിന് ഐസൺ മോൾട്ട് എന്ന് പറയുന്ന ഒരു ഷുഗർ ഉപയോഗിച്ചാണ് നമ്മൾ സ്പ്രിങ്കിൾസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ചെറുതായിട്ട് ഒരു സിലിക്കൺ മോളിൽ ഒരു റൗണ്ട് പോലെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അതൊരു ഡെക്കറേഷൻ വഴിയാണ്. എൻഡ് ഓഫ് ദി വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഞാൻ എന്താണ് ഇതുകൊണ്ട് ചെയ്യുന്നുള്ളത് കേട്ടോ. ഇനി ഞാൻ ഫ്രീസറിൽ വെച്ച് നമ്മുടെ കേക്ക് നല്ലോണം തണുത്തു. അത് ഇനി കട്ടിംഗ് ബോർഡിൽ നിന്ന് മാറ്റുവാണ്. ഇനി നമ്മൾ എടുക്കുന്ന സെയിം സ്പ്രിങ്കിൾസ് നമുക്ക് സൈഡിൽ സ്പ്രെഡ് കൊടുക്കാം. ഷുഗർ സ്പ്രിങ്കിളാണ് കേട്ടോ അത്. ഇനി നമുക്ക് കേക്ക് ബോർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ആ മോള് ഭാഗം ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം നമുക്ക് പൈപ്പ് കൊടുക്കാം. അപ്പോൾ ഈ പൈപ്പിങ്ങിൻ്റെ വീഡിയോസ് ആർക്കെങ്കിലും പഠിക്കാൻ കൂടുതൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ തന്നെ ഉണ്ട് കേട്ടോ. സൺഡേസ് ബേക്കിംഗ് ക്ലാസ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പോയി കാണാം. ഇനി നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ആദ്യത്തെ ചോക്ലേറ്റ്, അപ്പോൾ ചോക്ലേറ്റ് ഞാൻ ഈ ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അതിന് ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ.
നിങ്ങൾക്ക് കാണുന്നതൊക്കെ ഫോർക്കിൻ്റെ ഫുള്ള് ഡിസൈൻ എക്സാക്ട്ലി നമുക്ക് ഇട്ടിട്ടുണ്ട്. ഈക്വലായിട്ട് നമുക്ക് റൗണ്ടിലത് സ്പ്രെഡ് ചെയ്തൊരു ഫ്ലവർ പോലെ ആക്കിയെടുക്കാം കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു ചുമ്മാ ഡിസൈന് വേണ്ടി ചെയ്യുന്നതാണത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി. നമുക്ക് ആ സെൻറ്ററിൽ ഇച്ചിരി വിപ്പിംഗ് ക്രീം, ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം പൈപ്പ് ചെയ്തിട്ട് ഇതിന് മുകളിൽ വെക്കാം. അതിന് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ വിപ്പ് ക്രീം ഫില്ല് ചെയ്തിട്ട് ആ സ്പ്രിങ്കിൾസ്, അതായത് ഷുഗർ സ്പ്രിങ്കിൾസ് നമുക്ക് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ പരിപാടി കഴിഞ്ഞു. അടിപൊളി ചോക്ലേറ്റ് കേക്ക് റെഡിയായി. അപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓവൻ ഇല്ല എന്ന് പറഞ്ഞുള്ളൊരു കംപ്ലൈൻറ്റേ വേണ്ട. ഈ കേക്ക് കംപ്ലീറ്റ്ലി 1 കിലോ കേക്കാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് കൃത്യം 1 കിലോ കേക്കിനുള്ള റെസിപ്പീസ് ഷെഫ് ഇടണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൃത്യം 1 കിലോ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിട്ടത്. അപ്പം ആർക്കെങ്കിലും കൃത്യം അളവാണ് വേണ്ടതെങ്കിൽ നമ്മൾ 1.5 കപ്പ് ക്രീം വിപ്പ് ചെയ്ത് നിങ്ങൾക്ക് 1 കപ്പ് വിപ്പ് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും 1/2 കപ്പ് എക്സ്ട്രാ വിപ്പ് ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തികയാ വന്നാലോ അല്ലെങ്കിൽ പിന്നെ റീവിപ്പ് ചെയ്യാൻ പോകണം. ആ ടൈമിൽ നമ്മുടെ കയ്യിൽ നമ്മളുണ്ടാക്കിയ കസ്റ്റാർഡും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് 1.5 കപ്പിലാണ് ഞാൻ മിക്സ് ചെയ്തത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ഇപ്പം ഗാർണിഷിനൊക്കെ ആണെങ്കിൽ ഡെക്കറേഷൻ ഇച്ചിരി ഡിഫിക്കൽട്ടാന്ന് തോന്നുന്നു. ഡിഫിക്കൽട്ട് ഒന്നുമില്ല, വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഒരു ലൈക്ക് ബട്ടണോടെ. സീ യു നെക്സ്റ്റ് ടൈം.